സ്വരലയ രജത ജൂബിലിയുടെ നിറവിൽ സ്വരം സ്വരലയം സോനിയർ പ്രകാശന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. പ്രകാശന ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് അജയൻ സാറാണ്. അജയൻ സാറ് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വരലയ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ 25 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 25 വർഷം നമ്മൾ 4000-ലേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൽ സൂര്യ ഒഴികെ ഒരു സ്ഥാപനവും ഒരു കലാസ്ഥാപനവും ഇത്രയും പരിപാടികൾ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കലണ്ടർ ഓഫ് ഈവൻസിൽ കേരളത്തിൽ നിന്ന് ആകെ 2 ഫെസ്റ്റിവൽസേ ഉള്ളൂ. അത് ഒന്ന് സൂര്യ ഫെസ്റ്റിവലും രണ്ടാമത്തേത് സ്വരലയ ഫെസ്റ്റിവലുമാണ്. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമായിട്ട് ഇത് മാറിയിട്ടുള്ളത് നിങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടിയാണ്. നമ്മൾ ഈ 25 വർഷം നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുമ്പോൾ അതിന് നമ്മളൊരു സ്മരണിക ഇറക്കും. ആ സ്മരണികയുടെ പ്രകാശനമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സ്വരലയ എങ്ങനെ തുടങ്ങിയെന്നും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും അത് ഇതുവരെ നടത്തിയ പരിപാടികളിൽ പ്രധാനപ്പെട്ടവ ഏതായിരുന്നുവെന്നും ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിട്ടുള്ളവരും പാടിയിട്ടുള്ളവരും ഒക്കെ ആരായിരുന്നുവെന്നും ഒക്കെ നിങ്ങൾക്ക് ഈ സ്മരണയിൽ നിന്ന് ലഭിക്കും. അത് നോക്കുമ്പോൾ അറിയാം സ്വരലയുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രകാശനം നിർവഹിക്കുന്ന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് CNN കൃഷ്ണദാസാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത് പ്രകാശനം ചെയ്യുന്നത് മുൻ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റും പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ വൈശാഖനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യട്ടെ. ഈ സ്മരണിക ഏറ്റുവാങ്ങുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയങ്കരനായ എഴുത്തുകാരനായ TK ശങ്കരനാരായണനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്മരണിക ഇറക്കാൻ ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീ E ജയചന്ദ്രനാണ്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കർമ്മം കൂടെ ഈ കൂട്ടത്തിൽ നടക്കാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രിയങ്കരനായ പാട്ടുകാരൻ ബൽറാം സ്വരലയുടെ ഒരു ഭാഗമാണ്. മുറിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് സ്വരലയെ സംബന്ധിച്ചിടത്തോളം ബൽറാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിലെ 10 പേരിൽ ഒരാളായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. 1ാം സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ പ്രതീക്ഷ. അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി 3 ഷെഡ്യൂളുകളാണ് ബാക്കിയുള്ളത്. ഈ 3 ഷെഡ്യൂളുകളിലും വളരെ വൃത്തിയായി ഭംഗിയായി അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള കോസ്റ്റ്യൂംസ് സ്വരലയ അദ്ദേഹത്തെ ഇവിടെ ഈ വേദിയിൽ വെച്ച് ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഒരിക്കലും സ്വരലയ നൽകുന്ന ഒരു സഹായമല്ല, ബൽറാം അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും ഈ വേദിയിൽ വെച്ചെടുത്തുകൊണ്ട് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ബൽറാം ഇവിടെ എത്തിയിട്ടുണ്ട്. ബൽറാമിനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോട് നന്ദി പറയേണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അംഗം പ്രൊഫസർ സോമശേഖരൻ സാറ് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അജയൻ സാർക്ക് നന്ദി. യോഗത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് സ്വരലയുടെ പ്രസിഡന്റ് ദാസേട്ടനാണ്. ശ്രീ NN കൃഷ്ണദാസിനെ ക്ഷണിക്കുന്നു. ദാസേട്ടൻ പ്രസംഗം വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ എഡിറ്റർ ശ്രീ E ജയചന്ദ്രൻ സൊവനീറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ വൈശാഖൻ സാറ്, അജയൻ സാർ, പ്രിയപ്പെട്ട ശങ്കരനാരായണൻ സാർ, വേദിയിലുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അജയൻ സാറ് സൂചിപ്പിച്ചു 1997 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ
സ്വർലയ കടന്നുപോയ വഴികൾ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്മരണിക. സ്വർലയയുടെ ചരിത്രമായി നാളെ ഭാവി തലമുറ ഇങ്ങനെ ഒരു സംഘടന എങ്ങനെയാണ് ഈ കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ട് പിന്നിട്ടത് എന്നത് ഓർത്തു വയ്ക്കാനും ഓർമ്മിക്കാനും നമുക്കൊക്കെ എടുത്ത് നോക്കാനുമായിട്ട് അങ്ങനെ അത്തരമൊരു ഓർമ്മ ആയിട്ട് ഈ സ്മരണിക പുറത്തിറക്കിയത്. ഈ സ്മരണിക തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് എത്ര പേജിൽ ഒതുക്കി തീർക്കും എന്നത് തന്നെയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഈ സ്വർലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൃത്തസംഗീതോത്സവത്തിൽ പങ്കെടുത്ത ഒരാൾക്കറിയാം 11 ദിവസത്തെ നൃത്തസംഗീതോത്സവം കഴിഞ്ഞു പോകുമ്പോഴേക്കും എത്ര ആർട്ടിസ്റ്റുകളാണ് അവിടെ വന്നു പോകുന്നത്, എത്ര പരിപാടികളാണ് നടക്കുന്നതെന്ന്. അതുമാത്രം ഡോക്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ പോലും വേണ്ടി വരുന്ന താളുകളുടെ എണ്ണം ഓരോരുത്തർക്കും ആലോചിച്ച് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ കഴിഞ്ഞ 25 വർഷത്തെ പരിപാടികളുടെ വൈപുല്യം അത്ര വലുതായിരുന്നു. പക്ഷേ എങ്കിലും പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വർലയുടെ പ്രധാന പരിപാടികൾ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്മരണിക തയ്യാറാക്കാൻ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ തന്നെ ഇന്ന് യേശുദാസ് 84 നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുദാസിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം, യേശുദാസിൻ്റെ 60ാം പിറന്നാൾ ആഘോഷം സ്വർലയ പാലക്കാട് കോട്ടമൈതാനിയിൽ സംഘടിപ്പിച്ച പ്രധാന ഒരു പരിപാടിയായിരുന്നു. അതിനെക്കുറിച്ച് ഈ സ്മരണികയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാം ആരൊക്കെ അന്ന് പങ്കെടുത്തു. അന്നത്തെ ഗാനമേളയിൽ പങ്കെടുത്തത് ആരൊക്കെയായിരുന്നു. യേശുദാസ് ആ വേദിയിലുണ്ടായിരുന്നു. യേശുദാസ് നയിച്ച ഗാനമേളയാണ് അന്ന് സ്വർലയ പാലക്കാട് കോട്ടമൈതാനത്ത് നടത്തിയത്. കൃഷ്ണചന്ദ്രനും ഉണ്ണിമേനോനും അങ്ങനെ തുടർന്ന് ഉള്ള വലിയൊരു നിര, പാട്ടുകാരുടെ വലിയൊരു നിര അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ ഇന്ന് യേശുദാസ് 84 നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്മരണിക പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ ഈ സ്മരണികയുടെ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അതിലെ സെക്രട്ടറിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള അജയൻ സാറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, അജയൻ സാറ് വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരുന്ന ഫേസ്ബുക്ക് കുറിപ്പുകൾ തൊട്ട് ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന പുസ്തകം വരെ അതിനെ ആശ്രയിച്ചിട്ടുണ്ട്. അതെല്ലാം ആ കാര്യത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്മരണിക ഈ രൂപത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുന്നത്. എന്തായാലും സംഗീതത്തെ സ്നേഹിക്കുന്ന, നൃത്തത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് വാങ്ങി നിങ്ങൾക്ക് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ചരിത്രം കൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ കലാപ്രവർത്തനങ്ങളുടെ, കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കലാപ്രവർത്തനങ്ങളുടെ ഒരു വലിയൊരു ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ ഒരു പ്രത്യേക ദിനത്തിൽ തന്നെ ഇത് പുറത്തിറങ്ങുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. സ്വരം സ്വർലയം സോനീർ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. സോനീർ പ്രകാശനം ചെയ്യുന്നത് സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ വൈശാഖനാണ്. ശ്രീ വൈശാഖനെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പ്രിയപ്പെട്ട കൃഷ്ണദാസ്, ശങ്കരനാരായണൻ, ജയചന്ദ്രൻ, ബൽറാം, അജയൻ സാറ്, സോമശേഖരൻ സാർ, ഞാൻ ഇരുന്നോട്ട് സംസാരിക്കുന്നതിൽ പ്രയാസപ്പെടേണ്ട. കാരണം ഈ സ്വാമിമാരൊക്കെ ഈ സപ്താഹം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ സ്വാമിയാവാനുള്ളൊരു ശ്രമം ആയിട്ട് കണക്കാക്കണ്ട. രണ്ട് കാര്യങ്ങളെ ഞാൻ കുറച്ച് വാക്കുകളിൽ പറയുന്നുള്ളൂ. ഒന്ന് സ്വരലയെക്കുറിച്ചും മറ്റൊന്ന് യേശുദാസിനെക്കുറിച്ചും. ഇപ്പം അജയൻ സാർ തന്നെ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് സ്വരലയ. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകുന്നതിൻ്റെ തലേ വർഷമാണ് അത് തുടങ്ങിയത്. അന്നൊക്കെ എനിക്ക് ശാരീരികമായി വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇത്തവണ ഞാൻ ലൈവിലാണ് കുറേ കണ്ടത്. അപ്പോൾ ഈ 2 ലക്കം മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ രാമചന്ദ്ര ഗുഹ എഴുതിയ ലേഖനത്തിൻ്റെ ടൈറ്റിൽ പാട്ടുകൊണ്ട് ഒരു രാജ്യത്തെ മുറിക്കാം എന്നാണ്. അതെ അതെ, പുരോഹിത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എഴുതിയ പുസ്തകമാണ്. എച്ച് പോപ്പ് എന്ന് പറയുന്നത്, ഹിന്ദുത്വ പോപ്പ് എന്നാണ് അർത്ഥം. പാട്ടുകൊണ്ടൊരു രാജ്യത്തെ മുറിക്കാം എന്നുള്ള ടൈറ്റിൽ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ
ഇപ്പോൾ സ്വരലയ സമന്വയ എന്നാണല്ലോ പറയുന്നത്. സമന്വയത്തിൻ്റെ മറ്റൊരു വാക്കുകൂടെയാണ് വാസ്തവത്തിൽ പാട്ട്. നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കുന്നതാണ്, ഒരിക്കലും നമ്മളെ പിരിക്കുന്നതല്ല. അതേസമയത്ത് ഇപ്പം പോപ്പ് കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ ആകമാനം, കേരളത്തിലേക്ക് അത് വരുന്നില്ല, വലിയ മതസ്പർദ്ധയും ശത്രുതയും വളർത്തിക്കൊണ്ട് വരികയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് കാണിക്കുന്നത് എത്ര ശക്തമാണ് ഈ പാട്ട് എന്നുള്ളതാണ്. സംസ്കാരത്തെ സംബന്ധിച്ച് എത്ര വലിയ ഇടപെടലാണ് പാട്ടിന് നടത്താൻ പറ്റുന്നത്. അപ്പോൾ സ്വരലയ ഈ വർഷങ്ങളിലെല്ലാം ഈ പാട്ട് ഈ ദേശീയ സംഗീത നൃത്ത ഉത്സവത്തിൽ കൂടി വലിയ സമന്വയമാണ് നിർവഹിച്ചിരിക്കുന്നത്. പാലക്കാടിൻ്റെ ഒരു അഭിമാനവും സമ്പത്തുമാണ്. അങ്ങനെയുള്ള പരിപാടികളുടെ ഒരു സമാഹൃത രൂപമാണ് ജയചന്ദ്രൻ എഡിറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ സോവനീർ. നിശ്ചയമായിട്ടും ഈ സോവനീർ ഒരു ക്രോണിക്കിൾ ഓഫ് ഈസ്തറ്റിക്സ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഗതിയാണ്. വളരെ സന്തോഷകരം. അജയൻ സാറിനെയും കൃഷ്ണദാസിനെയും അതുപോലെ ജയചന്ദ്രനെയും എല്ലാം ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കട്ടെ. മറ്റൊന്ന്, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് അജയൻ സാറിനെയും കൃഷ്ണദാസിനെയും ഒരു ഫോട്ടോ കാണിച്ചു. എൻ്റെ ഫോണിലൊന്നും അധികം ഫോട്ടോകളില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്നു, യേശുദാസ് എൻ്റെ തോളിൽ കൈവച്ചിട്ട് സംസാരിക്കുന്നത് പത്രക്കാർ കൊടുത്ത ഫോട്ടോ ആണ്. അതിൽ താഴെ എഴുതിയിരിക്കുന്നത് എൻ്റെ ചേട്ടനാണെന്നാണ്. അതായത് യേശുദാസ് പത്രക്കാരോട് പറയുകയാണ് ഞാൻ മൂപ്പരുടെ ചേട്ടനാണ്. ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചാൽ അങ്ങനെയല്ല. എന്നേക്കാൾ കൃത്യം 6 മാസം മൂത്തതാണ് യേശുദാസ്, കൃത്യമായിട്ടും. അപ്പോൾ മദ്രാസിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ IV ശശി, ഷെരീഫ്, ഈ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. അന്ന് ഞാൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്, സ്റ്റേഷൻ മാസ്റ്ററായിട്ട്. അപ്പോൾ എനിക്കൊരു ശ്വാസം വിടാൻ ഉള്ള സന്തോഷം കിട്ടുന്നത് ഇവരെയൊക്കെ കാണുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ അരുണാചലം സ്റ്റുഡിയോയിൽ പോകും. അങ്ങനെ പോകുമ്പോൾ അവിടെ റെക്കോർഡിങ് നടക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ യേശുദാസിനെ കണ്ടുമുട്ടിയ സന്ദർഭം പറയുകയാണ്. അപ്പോൾ റെക്കോർഡിങ് നടക്കുന്നത്, അന്നൊക്കെ റെക്കോർഡിങ് ഇന്നത്തെ പോലെ അല്ലല്ലോ, ഈ ഇത്തരം ഉപകരണങ്ങളൊന്നും ഇല്ല, കീബോർഡൊന്നുമില്ല. അപ്പോൾ ഒരു 6-7 സെറ്റായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. ഒരു 10 വയലിൻ, പിന്നെ തബല, ഹാർമോണിയം, അങ്ങനെ വീണ, ഒരു 8 സെറ്റ് ഉണ്ടാവും. പിന്നെ ഈ ജതി ചൊല്ലാൻ വേണ്ടി ഒരാളിരിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് കാണുന്നത്. 68-ലാണിത്. യേശുദാസിനും എനിക്കും 28 വയസ്സ്. അതായത് എനിക്ക് 27, യേശുദാസിന് 28. അപ്പോൾ യേശുദാസ് ഞങ്ങളുടെ അടുക്ക വന്നിരുന്നിട്ട്, അപ്പോൾ വെള്ള പാൻറ്റ്, വെള്ള ഷൂസ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ 5 പേരിങ്ങനെ വട്ടത്തിലിരിക്കും, യേശുദാസ് ഉൾപ്പെടെ. ഇത് മൂപ്പര പാടാൻ പോണ പാട്ട് ഞങ്ങളെ പാടിക്കേൾപ്പിക്കും. ഒരു 5-6 പേര് പാടുമ്പോഴത്തേക്ക് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി മുണ്ടൊക്കെ മടയി കുത്തി കോണവാലൊക്കെ തൂക്കിയിട്ടിട്ട് ഒരു ബെല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു മണി അടിക്കണം. അപ്പോൾ അത് കൈ പിടിച്ചിട്ട് ദാസ കയറാ എന്ന് പറയും. അപ്പോൾ ഈ പാടുന്ന ആൾ മാത്രമാണ് ഈ പെട്ടിക്കകത്ത് കയറുക, ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് യേശുദാസ് കയറിപ്പോയിട്ട് ഒരു 6 വരി പാടും. പാടി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരും. അപ്പോഴത്തേക്ക് സ്വാമി പിന്നെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ദക്ഷിണാമൂർത്തി സ്വാമി. ഇങ്ങനെ ആദ്യമായിട്ട് യേശുദാസ് പാടുന്നത് മൈക്കിൽ കൂടെ അല്ലാതെ കേൾക്കാനൊരു അവസരമാണ് ഈ 68-ൽ എനിക്കുണ്ടായത്. അതിനുശേഷം പല വേദികളിലും വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ മണ്ണൂർ രാജകുമാരനുണ്ണി അറേഞ്ച് ചെയ്ത ഒരു മതേതര സംഗമം മണ്ണൂർ ഇവിടെ വെച്ചുണ്ടായിരുന്നു, പത്തിരിപ്പാല വെച്ച്. അതിനുശേഷം തൃശ്ശൂർ ഒരു മാലിന്യ പ്രശ്നത്തിൻ്റെ സമരത്തിൽ അഴീക്കോട് മാഷും ഞാനും ഉണ്ടായിരുന്നു. അതിന് യേശുദാസ് വന്നിരുന്നു. ഇപ്പോഴൊക്കെ മൂപ്പരത് ഓർത്തിരിക്കുന്നുണ്ട്. അതൊരു അതിശയകരമായ കാര്യമാണ്. അഷ്ടമി പൂത്തിങ്കളെ എന്നൊരു പാട്ടായിരുന്നു അതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പാട്ട് എടുത്ത സിനിമയ്ക്ക് വേണ്ടി അതിൽ വന്നില്ല, ഇങ്ങനെ വേറെ ഏതോ സിനിമയിലാണ് ആ പാട്ട് വന്നത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പം ഒരു 5 മാസം മുമ്പ് ചേതന മ്യൂസിക് അക്കാഡമി അതിൻ്റെ വാർഷികത്തിൽ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മൂപ്പര് ഇങ്ങനെ സദസ്സിനോട് പറഞ്ഞത് എൻ്റെ ചേട്ടനാണ്. തിരിച്ചു വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പത്രക്കാർ പക്ഷേ അങ്ങനെ അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ചേട്ടനാണെന്നുള്ളതാണ്. തിരിച്ചു വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സംഗതി നേരെ തിരിച്ചാണ്. 6 മാസം വ്യത്യാസം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അതിൽ 6 മാസം യേശുദാസാണ് മൂത്തത് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ യേശുദാസിനെ കുറിച്ച് നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. 68-ലുണ്ടായ ആദ്യ പരിചയപ്പെടലും പാട്ട് പാടുന്നത് കേൾക്കലും ഒക്കെ. അങ്ങനെയുള്ള യേശുദാസിൻ്റെ 84-ാം പിറന്നാളാണ് ഇപ്പം ആഘോഷിക്കുന്നത്. 10-ാം തീയതിയാണെന്ന് തോന്നുന്നു, ജനുവരി 10. അത് സ്വരലയ ചെയ്യുന്നു. ഒരു ഏറ്റവും ഉചിതമായ ഒരു ട്രിബ്യൂട്ട്, ഉചിതമായ ഒരു ഗാനോപഹാരമാണ് അദ്ദേഹത്തിന് ഇവിടെ കൊടുക്കുന്നതായിട്ട് അറിഞ്ഞത്. രാവിലെ മുതൽ നിരവധി പേര് പാടി
കേൾക്കാൻ പറ്റിയില്ല എനിക്ക്, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ കുറച്ച് മുമ്പേ. ഇനിയുണ്ടോ? ഇനി പാട്ടുണ്ടോ സാറേ? കഴിഞ്ഞോ? അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കേൾക്കാനും പറ്റും. വളരെ സന്തോഷം ഇങ്ങനെ ഒരു സോവനീർ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ. സ്വരലയ അതിൻ്റെ ജൈത്ര യാത്ര വളരെ അഭംഗുരമായിട്ട്, ഇതൊക്കെ സാഹിത്യ ഭാഷ കേട്ടോ, അഭംഗുരം ഞാൻ ഉപയോഗിക്കാറുള്ളത് വാക്കുകൾ അതൊക്കെ, പക്ഷേ ഇടയ്ക്കിങ്ങനെ വന്ന് പെടും അബദ്ധത്തിൽ. ജൈത്രയാത്ര അഭംഗുരമായി തുടരട്ടെ, ഇങ്ങനെയല്ലേ പറയണ്ടേ? അപ്പോൾ അത് സ്വരലയയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. സ്വരലയയ്ക്ക് ആശംസ നേരുക എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ കൂടെയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ശബ്ദമാണല്ലോ സ്വരലയെ കൂടെ വേദിയിൽ പ്രസരിക്കുന്നത്. അപ്പം സ്വരലയുടെ എല്ലാ അംഗങ്ങളെയും ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. സ്വരലയുടെ ഈ യാത്ര വളരെ മനോഹരമായിട്ട് നൃത്ത സംഗീതോത്സവങ്ങളായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയേ ഉള്ളൂ പറയാൻ. സന്തോഷം. മാഷ് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് രാമചന്ദ്ര ഗുഹ കഴിഞ്ഞ ലക്കം ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ എഴുതിയ ഒരു കാര്യമാണ്. ബോംബെയിലുള്ള ഒരു ആക്ടിവിസ്റ്റ്, ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള കുനാൽ പുരോഹിത്, അദ്ദേഹം ഒരു മാസമേ ആയിട്ടുള്ളൂ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തി. എച്ച് പോപ്പ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സീക്രറ്റീവ് ട്രെൻഡ്സ് ഇൻ മ്യൂസിക് വേൾഡ് എന്നൊക്കെ പറയാം. അതായത് സംഗീതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസുരതകൾ സമൂഹത്തിൽ എത്രത്തോളം ആസുരത സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ പുസ്തകമാണ്. അത് വളരെ പ്രസക്തമാണ്. മാഷ് സൂചിപ്പിച്ചത് വളരെ നന്നായി. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ സുകുമാര കലകളിൽ മനുഷ്യ മനസ്സിനെ ഏറ്റവും ആർദ്രമാക്കുന്ന കലാരൂപമാണ് സംഗീതം. ഏറ്റവും ആർദ്രമാക്കുന്നത്. ഒരു പാട്ട് കേട്ടാൽ തരളിതരാവും എല്ലാവരും, ഏത് തരത്തിലുള്ള പാട്ടായാലും. ഇപ്പോൾ സംഗീതം മനുഷ്യനെ തരളിതരാക്കും, ആർദ്രതയാണ്. എന്നാൽ ആധുനിക കാലത്ത് ഈ സംഗീതത്തെ ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെ ആസുരമാക്കി മാറ്റാൻ പറ്റും എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കുനാൽ പുരോഹിത പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയെ സംബന്ധിച്ചാണ് അദ്ദേഹം സംഭവങ്ങളെ മുൻനിർത്തി അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആസുരതകളെ സംഗീതം ഉപയോഗിച്ച് എങ്ങനെ ആൾക്കൂട്ടത്തെ ആസുരമാക്കാം എന്നതിൻ്റെ വർത്തമാനകാല ഉദാഹരണങ്ങളാണ്. പറ്റുന്നവർ ആ പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കണം. എച്ച് പോപ്പ് എന്നാണ് ആ പുസ്തകത്തിന്, കുനാൽ പുരോഹിത്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് മാഷതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നാസിറിന് നന്ദി. സോവനീർ പ്രകാശന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. സോവനീർ പ്രകാശനം ചെയ്യുന്നത് സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനും എഴുത്തുകാരനുമായ ശ്രീ വൈശാഖനാണ്. അതോടെ ക്ഷണിക്കുന്നു. സോവനീർ സ്വീകരിക്കുന്നത് ശ്രീ ടി കെ ശങ്കരനാരായണനാണ്. പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ടി കെ ശങ്കരനാരായണനെ സ്വരം സ്വരലയം സോവനീർ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. രജത ജൂബിലിയുടെ നിറവിൽ കലയുടെ കാൽച്ചിലങ്ക അണിഞ്ഞ 4 നൂറ്റാണ്ട് 25th ആനിവേഴ്സറി സോവനീർ ഓഫ് സ്വരലയ. സ്വരലയുടെ സോവനീർ പ്രകാശനം ചെയ്യുന്നത് സ്വരം സ്വരലയം പ്രകാശനം ചെയ്യുന്നത് സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ വൈശാഖനും സ്വീകരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ടി കെ ശങ്കരനാരായണനുമാണ്. സോവനീർ സ്വീകരിച്ച ശ്രീ ടി കെ ശങ്കരനാരായണനെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സ്വരലയുടെ ഈ 25ാം വാർഷികം അത് യേശുദാസിനെ പോലെ ഒരു മഹാഗായകൻ്റെ 84ാം പിറന്നാൾ ആഘോഷം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്മരണിക ശ്രീ വൈശാഖനിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടത്തിൽ, കൗമാരത്തിൽ, പ്രണയകാലത്തിൽ, വിഷമഘട്ടങ്ങളിൽ, യൗവനകാലത്തിൽ ഒക്കെ യേശുദാസൻ്റെ പാട്ടുകൾ എന്നിൽ എങ്ങനെ പ്രവർത്തിച്ചു, യേശുദാസൻ ആദ്യമായി കണ്ട അനുഭവം, അദ്ദേഹത്തോട് ആദ്യമായി സംസാരിച്ച അനുഭവം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, കച്ചേരി, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ നിന്നാൽ ഒരുപാട് സമയം വേണ്ടി വരും.
അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അപഗ്രഥനം നടത്താനുള്ള സംഗീതജ്ഞാനം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു വിഷയത്തെക്കുറിച്ചാണ് 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുദാസ് 50 വർഷം സിനിമാ ഗാനരംഗത്ത് പൂർത്തിയാക്കിയ സമയത്ത് ലിപി പബ്ലിക്കേഷൻസ് സംഗീതമേ ജീവിതം എന്ന് പറയുന്നൊരു പുസ്തകം എഡിറ്റ് ചെയ്തു. അത് കുഞ്ഞിക്കണ്ണൻ മാണിമേൽ ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ എന്നോട് പറഞ്ഞു, യേശുദാസിൻ്റെ ജാതകം ഒന്ന് വിശകലനം ചെയ്ത് എഴുതാൻ പറ്റുമോ? കാരണം എല്ലാവരും എഴുതുന്നത് യേശുദാസിൻ്റെ പാട്ടുകളെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ യേശുദാസിൻ്റെ ഒരു ജാതക വിശകലനം ചെയ്താൽ ആ പുസ്തകത്തിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ധനുമാസത്തിൽ ഉത്രാടമാണ് യേശുദാസിൻ്റെ നക്ഷത്രം. അപ്പോൾ എനിക്ക് ഭയം തോന്നി. എന്താ കാരണം വെച്ചാൽ, ഇത് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ നമ്മൾ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് എഴുതണം? അപ്പോൾ എൻ്റെ ഗുരുനാഥൻ, ഞാൻ ജ്യോതിഷം പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും, 12 ഭാവങ്ങളും തികഞ്ഞ ഒരു ജീവിതം ഇല്ല. ചിലർക്ക് കർമ്മഭാവം വളരെ നന്നായിരിക്കും, ചിലർക്ക് കളത്രഭാവം നന്നായിരിക്കും, ചിലർക്ക് സന്താനഭാവം, ചിലർക്ക് ആയുർഭാവം. അങ്ങനെ ഓരോ ഭാവം, ഒരു ഭാവം നന്നാവുമ്പോൾ ഒരു ഭാവം ബാധിക്കപ്പെടും. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ വേണ്ട എന്ന് ഗുരുനാഥൻ എപ്പോഴും പറയും. ഹലോ. അപ്പോൾ യേശുദാസിൻ്റെ ഗ്രഹസ്ഥിതി കിട്ടാൻ എന്താണ് വഴി എന്നതാണ് അടുത്ത ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പെരുമ്പാവൂരിലെ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം യേശുദാസിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ യേശുദാസിൻ്റെ ജാതകമുണ്ട്. അപ്പോൾ അദ്ദേഹം അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് വിശകലനം ചെയ്യാനൊരു ഭയം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ ഗുരുനാഥൻ, ഇവരെയൊക്കെ ഇരുത്തി നമ്മളൊരു സ്റ്റഡി നടത്തിയായിരുന്നു യേശുദാസിൻ്റെ ജാതകത്തെക്കുറിച്ച്. അപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ഭാവങ്ങളും തികഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. കർമ്മഭാവം എടുത്തു നോക്കൂ, പ്രശസ്തി ഭാവം എടുത്തു നോക്കുക, സമ്പത്ത്, കളത്രഭാവം, ആരോഗ്യം, സന്താനഭാവം, സൗന്ദര്യം, അതിസുന്ദരനാണ്. ഞാനൊരിക്കൽ മ്യൂസിക് അക്കാഡമിയിലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കച്ചേരി, മ്യൂസിക് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു കച്ചേരി നടത്താൻ അദ്ദേഹം വന്നു. ഒരു ചെറിയ പ്രൈവറ്റ് പ്രോഗ്രാം. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പട്ട് മുണ്ട്, പട്ട് ജുബ്ബ, വെളുത്ത സ്ട്രാപ്പുള്ള വാച്ച്, വെളുത്ത ഷൂ, നല്ല കറുത്ത താടി, തലമുടി. ഗന്ധർവനാണ്. അപ്പം സൗന്ദര്യം, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരുവിധം എല്ലാ മേഖലകളും തികഞ്ഞ ഒരു ജീവിതമാണ് യേശുദാസിൻ്റേത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ സുഹൃതം ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ലാത്തൊരു ജീവിതം നമുക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇനിയും ഒരുപാട് കേൾക്കാനുള്ള സുഹൃതം നമുക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ക്ഷമിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ശങ്കരനാരായണൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്ന് യേശുദാസ് പാടി. പക്ഷേ ഒരിക്കലും ആ വാതിൽ തുറന്നില്ല. അത് തുറക്കാൻ ദേവസ്വം ബോർഡോ സർക്കാരോ തീരുമാനിച്ചാലും തന്ത്രി അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രശസ്ത നടൻ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം, അയ്യനെ കയറി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം എന്നുള്ള
പമ്പര മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗുരുവായൂരപ്പൻ വിചാരിച്ചിട്ട് പോലും യേശുദാസിനെ അവിടെ പ്രവേശിപ്പിക്കാൻ പറ്റിയില്ല. അതൊരു കഷ്ടം. അങ്ങനെ പോയി. അപ്പോൾ അതും യേശുദാസിനെ കുറിച്ച് പറയേണ്ട കാര്യം. ഞാനും യേശുദാസിനും കൂടെ സംസാരിച്ചിട്ടുള്ളൊരു കാര്യം ഇത്. അപ്പം അതാണ് സ്ഥിതി. ഇപ്പം എല്ലാ ഭാവങ്ങളൊക്കെ തികഞ്ഞു എന്ന് ശങ്കരനാരായണൻ പറഞ്ഞു, പക്ഷേ ഈ ഒരു ഭാവം തികഞ്ഞില്ല അല്ലേ? മിക്കവാറും എന്ന് പറഞ്ഞു. അതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു ഗുണം. സന്തോഷം. എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സ്വാമി പ്രകാശനം ചെയ്ത വൈശാഖൻ മാസ്റ്റർക്കും ശങ്കരേട്ടൻ നന്ദി. സ്വരലയ ശ്രീ ബൽറാമിനെ അനുമോദിക്കുന്നു. അനുമോദനം ബൽറാമിന് നൽകുന്നതിന് വേണ്ടി, പുരസ്കാരം നൽകുന്നതിന് വേണ്ടി സ്വരലയുടെ പ്രസിഡന്റ് ശ്രീ NN കൃഷ്ണദാസിനെയും അനുമോദനം സ്വീകരിക്കുന്നതിന്, പുരസ്കാരം സ്വീകരിക്കുന്നതിന് ശ്രീ ബൽറാമിനെയും ക്ഷണിക്കുന്നു. രജത ജൂബിലിയുടെ നിറവിൽ സ്വരലയ ഉറപ്പാണ്. സ്വരലയുടെ ഒരു സമ്മാനമല്ല, സ്വരലയ ബലറാമിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ ബാഗിൽ. ജയിക്കും. താങ്ക് യു ദാസറിന് നന്ദി. മറുമൊഴിക്കായി, നമ്മളെവരും കാത്തിരിക്കുന്ന മറുമൊഴിക്കായി ശ്രീ ബൽറാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു ആദരവ് ഞാൻ ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അജയൻ സാർ നേരത്തെ പറഞ്ഞിരുന്നു, സ്വരലയുടെ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരാളാണ് ബൽറാം എന്ന് പറഞ്ഞിരുന്നത്. അതിലും മേലെ എനിക്കൊന്നും കിട്ടാനില്ല. അതുതന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവ്. കാരണം ചെറിയ പ്രായത്തിൽ സ്വരലയുടെ ഒരു കോമ്പറ്റീഷനിലൂടെ സ്വരലയ എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇന്നും സ്വരലയുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ഓടിയെത്തുന്നത് ഞാനായിരിക്കും. അതൊന്നും മിസ്സാക്കാതെ അതിലെല്ലാം പങ്കെടുത്ത് അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സ്വരലയുടെ ഒരു പാർട്ടാണെന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ ഒരു അനുമോദനം ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. ഒരുപാട് സന്തോഷം. നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോവുമോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് എനിക്ക് സ്വരലയുടെ കൂടെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൽറാം ജയിക്കട്ടെ. സ്വരലയം പ്രകാശന ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നത് പ്രൊഫസർ C സോമശേഖറാണ്. സോമശേഖരൻ സാറെ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലെ വളരെ ബഹുമാന്യരും സ്നേഹമുള്ളവരുമായ പ്രധാന വ്യക്തികളെ, സ്വരലയുടെ മെമ്പർമാരെ, ഗായകരെ, ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത സ്മരണയോടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചു, സ്വാഗത പ്രസംഗത്തിൽ സംസാരിച്ചു. എങ്ങനെയാണ് അങ്ങനൊരു ആശയം വന്നതെന്നും അതെങ്ങനെ പ്രാവർത്തികമാക്കിയെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. നമ്മൾ എല്ലാവരും സ്വരലയോട് അതിനുവേണ്ടി കടപ്പെട്ടിരിക്കുന്നു. സ്വാഗതം അരുളിയ നമ്മുടെ സെക്രട്ടറി, സ്നേഹമുള്ള സെക്രട്ടറി ശ്രീ അജയന് എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. സ്മരണിക പ്രകാശനം ചെയ്യാൻ നമുക്ക് കിട്ടിയത് വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. അത് ഏറ്റുവാങ്ങാൻ നമുക്ക് കിട്ടിയത് വളരെ പ്രസിദ്ധനായ ഒരു കഥാകാരനാണ്. എല്ലാം ഉചിതമായി പ്രകാശനം ചെയ്ത ശ്രീമൻ വൈശാഖനോടും ഏറ്റുവാങ്ങിയ കഥാകൃത്ത് ശങ്കരനാരായണനോടും നമുക്കെല്ലാമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സ്മരണികയുടെ പുറകിൽ വളരെ അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തിയാണ് ജയേന്ദ്രൻ. നിസ്സാരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വർക്ക്. എല്ലാ സമയത്തിനും സംഘടിച്ച് ഫോട്ടോഗ്രാഫ്സും ആർട്ടിക്കിൾസും എല്ലാം സംഘടിച്ച് വളരെ മെറ്റിക്കുലസായിട്ട് അതെല്ലാം
രൂപപ്പെടുത്തി രാത്രി വളരെ ലേറ്റായിട്ടിരുന്ന ആണ് പലതും ചെയ്തു തീർത്തത്. അദ്ദേഹത്തിന് പ്രത്യേകം നമ്മളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ പാട്ടുകാരൻ, സ്നേഹമുള്ള ചെറിയ പാട്ടുകാരൻ, യങ് സിംഗർ ശ്രീ ബൽറാം നമ്മളുടെ കൂടെ വന്ന് ഈ ദിവസം മുഴുവൻ ഇരുന്നു. അദ്ദേഹമാണ് ഈ പ്രോഗ്രാം തുടങ്ങി വെച്ചത്. അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത പാരിതോഷികം, പാരിതോഷികം എന്ന് തന്നെ പറയട്ടെ, സ്വരലയ അദ്ദേഹത്തിന് കൊടുത്ത പാരിതോഷികം വളരെ സന്തോഷത്തോട് സ്വീകരിച്ച് അതിനുള്ള നന്ദി സ്വരലയ്ക്ക് സമ്മതിയോട് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചതിന് സ്വരലയുടെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു, ഇവിടെ ആ സമയം മുഴുവൻ ചെലവഴിച്ചതിന്. പിന്നെ ഇത്തരം ഇത് മുഴുവൻ ഇത്തരം ഒരു ഇന്നത്തെ ഒരു ആഘോഷം ഭംഗിയായി നടത്താൻ എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നിങ്ങളോട് എല്ലാവരോടും സ്വരലയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. സ്വരലയുടെ നേതൃത്വത്തിൽ 25 വർഷത്തിന് മേലെ ആയി നമ്മളെ സ്വരലയെ പൊക്കി കൊണ്ടുപോകുന്ന 2 വ്യക്തികളാണ് നമുക്കെല്ലാവരും അറിയാവുന്നല്ലോ, ശ്രീ കൃഷ്ണദാസും അജയനും. അവരുടെ പ്രവർത്തനം തുടരട്ടെ, പൊങ്ങി സ്വരലയെ വീണ്ടും വളരെയധികം പൊക്കത്തിൽ വരട്ടെ. സ്വരല എല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെട്ട, നാഷണലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ട 1-ാം നമ്പർ കൾച്ചറൽ സൊസൈറ്റി ആയി തീരാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം, ഈ സ്മരണികയുടെ കോപ്പി ഇവിടെ അവൈലബിളാണ്. 100 രൂപ ചാർജ് ചെയ്തുള്ളൂ. അതിന് 100 രൂപ കൊടുത്ത് സ്മരണിക കോപ്പി എല്ലാവരും വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെല്ലാം എഡിറ്റർ പറഞ്ഞതുപോലെ ഒരു അസറ്റായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്മരണീയമായിരിക്കും. അത് നിങ്ങളെല്ലാവരും സ്വരലയ്ക്ക് വേണ്ടി ചെയ്യുക. സ്വരയോടുള്ള സ്നേഹം തുടർന്ന് കൊണ്ടുപോവുക. താങ്ക് യു ആൾ. അധ്യക്ഷൻ്റെ അനുമതിയോടെ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. യേശുദാസ് അറ്റ് 84 സംഗീത പരിപാടി തുടരുന്നു. സ്വരലയ രജത ജൂബിലിയുടെ നിറയിൽ കലയുടെ കാൽച്ചലം കണിഞ്ഞ കാൽനൂറ്റാണ്ട്. സ്വരലയം സോവനീർ ലഭ്യമാണ്. നിങ്ങൾക്കരികിലേക്ക് സോവനീർ എത്തും. യേശുദാസ് അറ്റ് 84 തുടരുന്നു. ബൽറാം ഇതേ വേദിയിൽ ഉരുപൈക്കുരൽ എന്ന സിനിമയിലെ വിഴിയെ കഥയെഴുത് എന്ന ഗാനം ആലപിക്കുന്നു രജനിയോടൊപ്പം.